ഇപ്പൊ ഇന്നലെ ആ കൊച്ചു മരിച്ചിട്ട് കുറെ നേരം കാണാൻ. ഈ വീഡിയോയുടെ അവസാനം ഒരു വോയിസ് ഉണ്ട്, അത് മൊത്തം വരുന്നത് നിങ്ങളൊന്ന് കേൾക്കണം, മൊത്തം. ഓക്കെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ഫേസ്ബുക്കിലൊക്കെ കാണുന്നവരെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കാണുക. മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതായത് ഇവൻ ഒരു ആപ്പ് വഴി കുറച്ച് പൈസ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ പറയുന്നുണ്ട്. മൊത്തം കണ്ടിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോയിലോട്ട് പോകാം. കേരളത്തിലെ ജാതി സമൂഹത്തിന്റെ അവസ്ഥയാണ് നിതിൻ. കേരളത്തിലെ പൊതുവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജാതിയാണ് പഠിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി വന്ന പയ്യനെ കൊന്നുകളഞ്ഞു. ഇതിന്റെ അപ്പനോ അമ്മയ്ക്ക് നീതി കിട്ടിയിട്ടില്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് നീതി കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, നീതി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കുറേ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഡാനി ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ പറയുന്ന രേണുവിൻ്റെയൊക്കെ കണ്ടന്റ് പിടിച്ചുകൊണ്ടിരിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ ചെയ്യും, അത് വേറെ കാര്യങ്ങൾ. അതിനെന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ ആൾക്കാർ വന്ന് വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആദ്യം ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ KSUക്കാരാണെങ്കിൽ SFIക്കാരാണെങ്കിൽ എവിടെ നീയൊക്കെ എവിടെ പോയി കിടക്കുമോ? പിന്നെ KSU SFI മതി, ബാക്കിയുള്ളതിനെ കൂട്ടിയിട്ടും കാര്യമൊന്നുമില്ല, കണക്കാം. നീയൊക്കെ എവിടെ പോയി കിടക്കുമായിരുന്നു? എല്ലാ കാര്യത്തിനും മുന്നിട്ട് നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുല്ലന്മാർ പോലും പോയിട്ടില്ല. ഇത് കേരളത്തിലാണോ നടന്നതെന്ന് ഞാൻ ആലോചിച്ച് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഞാനൊരു വേടൻ്റെ വീഡിയോ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ വേടം വന്നിട്ട് ഈ ജാതിയുടെ കാര്യങ്ങൾ പറയും, നോക്കി വോട്ട് ചെയ്യുക എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. ഈ അടുത്ത സമയത്ത് തന്നെ സുൽത്താൻ ബത്തേരിയുടെ ഒരു കാര്യം വന്നപ്പോൾ വേടൻ ജാതി പറഞ്ഞ് വോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വേടനിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. ഓക്കെ, ഞാനിവിടെ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും ഈ ജാതി മതത്തിൻ്റെ പേരും പറഞ്ഞ് ഈ ഉണ്ടാക്കുന്ന പരിപാടി പണ്ട് ഞാൻ +1 പഠിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ ചെന്നായിരുന്നു. ആ വീട്ടിൽ ചെന്നപ്പം അവർ പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുക. പറയുന്നൊരു പറച്ചിൽ കേൾക്കണമായിരുന്നു, ഞങ്ങൾ നായരാണ്, ഞങ്ങൾ പപ്പടം കാച്ചുന്നത് കണ്ടോന്ന്. ഈ നായർക്ക് ഈഴവർക്കൊക്കെ എന്തുവാണ് ഈ പപ്പടവും തമ്മിലുള്ള ബന്ധം? ഞാൻ ആലോചിച്ച്, ഇങ്ങനെ ജാതി സ്പിരിറ്റ് സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ടോന്ന്. HOD റാം എന്ന് പറയുന്ന പല തന്തയ്ക്ക് പറയുന്ന അവനെയാണ് മെയിനായിട്ട് പറയേണ്ടത്. ആ കൊച്ചൻ്റെ ശവം അവിടെ കൊണ്ടുവന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ ഒറ്റ നായിൻ്റെ മക്കൾ പോലും ഒന്ന് നോക്കിയത് പോലും ഇല്ല, ഒന്നും അവിടെ ചെന്ന് പോലില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ മറ്റേ മോനെ ഏത് രീതിയിലായിരിക്കും ആ കോളേജിൽ നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ്. നാണം കെട്ട വർഗ്ഗങ്ങൾ. പിന്നെ മെയിനായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇവിടെ ഇവൻ ആ ആപ്പിൽ നിന്നൊരു പൈസ എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ അതിന് പറയേണ്ടത്, ഞാനത് പറയാം. അപ്പോൾ ഈ സാമ്പത്തിക എന്തോ ഒരു കോളേജിലൊരു വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് കുറച്ച് നാശനഷ്ടങ്ങളുണ്ടായി. അതിന് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അതിന് വീട്ടിൽ അവന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ പയ്യന്. അപ്പോൾ അവൻ ആ ഒരു ആപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, അമ്മയുടെ പേരും പിന്നെ അതുപോലെ തന്നെ ജനറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ടീച്ചറിൻ്റെ ID ഒക്കെ വെച്ചിട്ടാണ് അവൻ ആ ലോണും കാര്യങ്ങളൊക്കെ ആ പൈസ കാര്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്തത്. ഇവരാണെങ്കിൽ BDS ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ. ഓക്കെ, അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവൻ പൈസ അടയ്ക്കാതെ വരാതെ ഇരുന്ന സമയത്ത് കോള് ഇവരിലോട്ടും ചെന്നിട്ടുണ്ടായിരുന്നു, ഈ ടീച്ചറിൻ്റെ അടുത്ത്. ഈ ടീച്ചറിൻ്റെ അടുത്ത് ചെന്ന സമയത്ത് ടീച്ചർ എന്തെടുത്ത് ഇപ്പോഴത്തെ ഇവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തു ഇവനെതിരെ. എന്നിട്ട് അവനെ റൂമിൽ കൊണ്ടുപോയിട്ട് കുറേ പറഞ്ഞു നിറത്തിൻ്റെ പേരിലും അതിൻ്റെ പേരിലും ജാതി അത് ഇത് മറ്റേത് മറിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ അതുപോലെ തന്നെ ഈ HOD റാം എന്ന് പറയുന്ന മോൾ ഇറങ്ങിപ്പോയതാണ്. ഈ പലതന്തയ്ക്ക് പറഞ്ഞവൻ്റെ സ്വഭാവത്തിന് ആ കൊച്ചു ഇറങ്ങിപ്പോയില്ലെങ്കിലുള്ള അതിശയം അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ മെയിനായിട്ട് ക്ലാസ്സിൽ ആർക്കെങ്കിലും ലൈനുണ്ടോ? പുള്ളിക്ക് ഇതൊക്കെയാണ് മെയിൻ പരിപാടി. മെയിനായിട്ട് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെന്താ അപ്പുറത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ആളുമായിട്ട് വല്ല വിഷയമുണ്ടോ, അല്ലെങ്കിൽ ഇതുണ്ടോ, ബന്ധമുണ്ടോ, ഇതൊക്കെയാണ് ഇവന് ചോദിക്കേണ്ട നേരം. അല്ല, അവന് പഠിക്കുന്ന കാര്യത്തിലൊന്നും, പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യത്തിലൊന്നും പുള്ളിക്ക് വലിയ താല്പര്യമോ കാര്യങ്ങളൊന്നുമില്ല ഈ നാറിക്ക്. പിന്നെ അവൻ്റെ വീട്ടിലെ കുറച്ച് ഇഷ്യൂസ് അതെല്ലാം വന്ന് തീർക്കുന്നതെല്ലാം ഈ പിള്ളേരുടെ അടുത്താണ്. ഇതെല്ലാം അവൻ ഈ പിള്ളേരുടെ അടുത്താണ് തീർക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ബോഡി ഷേം ചെയ്യുക, അതിപ്പോൾ പെൺപിള്ളേരെ ആണെങ്കിൽ പോലും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇവനെങ്ങനെ വെറുതെ വിടും? ഇതുപോലുള്ള ചെറ്റകളെയൊക്കെ എങ്ങനെ വെറുതെ വിടുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. നമുക്ക് അതിനു മുമ്പ് ആ കൂട്ടുകാർ സംസാരിക്കുന്നതൊക്കെ ഒന്ന് വെക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ കമൻറ്റ് ഇടാം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഡാനി സത്യൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഫോളോ ചെയ്തിട്ട് എനിക്ക് വോയിസ് ഇട്ട് തരാം. എന്ത് വന്നെന്ന് പറഞ്ഞാലും ഇവൻ്റെയൊക്കെ അടപ്പ് തെറിപ്പിക്കും. പിന്നെ ആ വീട്ടുകാരുടെ അച്ഛൻ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു പുല്ലും നടക്കത്തില്ല, ഇവിടെ ഒന്നും നടക്കത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. കാരണം ഇത് 1, 2, 3, 4 ദിവസം ചർച്ചയാവും, അത് കഴിഞ്ഞാൽ പിന്നെ ചർച്ച ആവത്തില്ല. അത്രേ ഉള്ളൂ. ഇതാണ് കേരളത്തിൻ്റെ രീതി. എൻ്റെ മോന് നീതി കിട്ടത്തില്ലെന്ന് ആ അച്ഛൻ ഉറക്കെ കരയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ നാടിൻ്റെ ഒരു പോക്കേ.
ഇവിടെ ഇന്ന് എല്ലാവരും പറയും ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷയാണ്, എല്ലാവർക്കും സുരക്ഷയാണ്, ഇത് കേരളമാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇതുപോലുള്ള സാറന്മാരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനാ? ഓക്കെ, അതെല്ലാം കൂട്ടുകാർ പറയുന്നതൊക്കെ ഒന്ന് നോക്കാം. ഡോക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി പഠിച്ചതാണ്. നിങ്ങളുടെയൊക്കെ കൂടെ പഠിക്കുമ്പോൾ സമർത്ഥനായൊരു നല്ല എനർജറ്റിക്കാണ് അവൻ, നല്ല പോസിറ്റീവ് മൈൻഡും അങ്ങനെയൊക്കെ നല്ല എൻജോയ്മെന്റ് വൈബായിട്ട് നടക്കുന്ന കുട്ടിയായിരുന്നു അവൻ. പക്ഷെ അവൻ ഇങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല. ചെറുപ്പം തൊട്ട് നന്നായിട്ട് പഠിക്കുമായിരുന്നു ക്ലാസ്സിൽ. നല്ല മാർക്കുകൾ ഉണ്ടായിരുന്നു പ്ലസ് ടുവിലൊക്കെ. അങ്ങനെയാണോ എൻട്രൻസ് ഒക്കെ? അവൻ നല്ല സ്കൗട്ടിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് എല്ലാവരും. പിന്നെ അവന് എൻട്രൻസ് 2 വർഷം റിപ്പീറ്റ് ചെയ്തല്ല, വീട്ടിൽ ഇരുന്ന് ഒരിടത്ത് പഠിച്ചാണ് അവൻ എടുത്തതില്ല. ഇത്രയും അവൻ കഷ്ടപ്പെട്ടെടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല എല്ലാവർക്കും ആയിട്ട്. ഇത്രയും കഷ്ടപ്പെട്ടവ എടുത്തതാണ്, അവൻ്റെ ആഗ്രഹമായിരുന്നു അത്. MBBS-നായിരിക്കും ട്രൈ ചെയ്യുന്നത്. ഡോക്ടറാവണമെന്നായിരുന്നു അവനുണ്ടായിരുന്ന ആഗ്രഹം. കൊച്ചിലെ തൊട്ട് അങ്ങനെ ആഗ്രഹമായിരുന്നു. ഡോക്ടറാവണമെന്നായിരുന്നു. പഠിക്കാറ് നല്ല കൈയക്ഷരമായിരുന്നു, പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഫുൾ ടൈം കളിച്ചിരിച്ച് കിടക്കുന്ന പയ്യനാണ്. അങ്ങനെ പയ്യൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല ബോൾഡായിട്ട് അവൻ്റെ സംസാരം കാര്യങ്ങളൊക്കെ. ഇതുപോലുള്ള അനിയൻ എനിക്കുമുണ്ട്. ഇപ്പം പോയിരിക്കുക പാലയിലോട്ട് MBBS ആവണമെന്നും പറഞ്ഞിട്ട്. അവൻ ഭയങ്കര ബ്രില്യൻ്റാണ്, നെഞ്ചിടിക്കുകയാണ് ഇപ്പോൾ. സത്യം പറയാം, ഓരോന്ന് ആലോചിക്കുമ്പോൾ നെഞ്ചിടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വല്ല കുടുംബത്തിലായിരുന്നെങ്കിൽ അന്ന് അതിൻ്റെ മോൻ്റെ സാമാനം വലിച്ചു കയറി കിട്ടണം, അത് വേറെ കാര്യം. അതിനൊന്നൊരു മടിയില്ല. അവിടെ ചെന്നിട്ട് അവനെ വലിച്ചു കയറാൻ തോന്നുന്നു. വലിച്ചു കയറി ഒന്ന് ഞാനൊരു കാര്യം പറയട്ടെ. കുറേ ആൾക്കാരുണ്ട് ഈ നല്ല ഡ്രസ്സ് വിട്ട് മാനിനെ പോലെ നടക്കുന്ന ഇവന്മാരെ പോലുള്ള വിഷങ്ങൾ ഈ ലോകത്തില്ല. മാനിയും ചെമ്പിഞ്ഞ് നല്ല വൃത്തിയായിട്ട് നടക്കുകയും ചെയ്യാം. അപ്പുറത്തോടെ കഞ്ചാവ് അതും ഇതും മറ്റേതും ഒക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന കുറേ ഇതും. പിന്നെ ഈ HOD എന്ന് പറയുന്ന പല തന്തൊക്കെ ഉണ്ടായവന് അവിടുത്തെ ഉടായ്പ ടീംസ് ഉണ്ടല്ലോ, ഈ മരുന്നും അതും ഇതൊക്കെ അവന്മാരുമായിട്ടാണ് കൂടുതലും കാര്യവും സ്നേഹമൊക്കെ ചെയ്യുന്നത് കൂടുതലും. ഇത് ശരിക്കും അന്വേഷിക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്, നല്ല രീതിയിൽ അന്വേഷിക്കണം. ഇത്രയും ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു പയ്യൻ ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് അവിടെ സംഭവിച്ചത്? ഇനി വല്ല ഉന്തും തെള്ളും വരെ നടന്ന് വല്ല പിടിച്ച് തെള്ളിയിട്ടാണോ, അറിയാതെ തെന്നി വീണതാണോ? ഇതെല്ലാം അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ. അച്ഛൻ്റെ സംസാരം കേൾക്കാൻ വയ്യ നമുക്ക്. കാരണം അദ്ദേഹം സമയത്ത് ഇത്രയും 10-30 കുട്ടികളുടെ മുമ്പ് വെച്ചിട്ടാണ് വെറും സ്ലം ഡോഗ് എന്നുള്ള രീതിയിലൊക്കെയാണ് അഭിസംബോധന ചെയ്ത ഒരു കുട്ടി. സ്ലം ഡോഗ്സ്, ഈ തെരുവ് പട്ടിയല്ലേടാ, നിനക്കൊക്കെ എന്ത് ആഗ്രഹം ഇവിടെ വരാനും പഠിക്കാനും ഒക്കെ ഉള്ള യോഗ്യത എന്താണ്? ഇത് യോഗ്യത. എടാ, അവൻ ഒറ്റയ്ക്ക് പഠിച്ച് ഒന്നുമില്ലായ്മ, വീട് വാടക വീടാ. വാടക വീട്ടിൽ നിന്ന് നിന്നിട്ട് അവൻ ഇത്രയും പഠിച്ച് അവിടം വരെ എത്തിയെങ്കിൽ അവൻ്റെ കഴിവുകൊണ്ടല്ലേ. തെരുവ് നായ്ക്കളെ വെച്ച് കമ്പയർ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ അവനെഴുതുന്ന ആൻസർ എടുത്തിട്ട് എത്ര 20 ബോയ്സിനെ കണ്ടുള്ളൂ, അത്രയും ഗേൾസിൻ്റെ മുമ്പിൽ ഇരുന്ന് വായിച്ച് അവൻ്റെ ഓരോ മിസ്റ്റേക്കുകൾ കണ്ടുപിടിച്ചിട്ട് അവനെ കുറ്റം പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതൊക്കെയാണോ സാറന്മാരുടെ രീതി? ഇതൊക്കെയാണോ സാറന്മാർ ചെയ്യേണ്ട ഓരോ രീതികൾ? ഞാൻ അറിയാൻ വയ്യാത്തോട് ചോദിക്കുക. ചെറ്റകൾ ഇതിനെയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അഥവാ ഈ പുള്ളിക്കാരെ ക്ലാസ്സിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് കുറേ പ്രാവശ്യമൊക്കെ പിടിച്ച് നിന്നിട്ടുണ്ടാവണം. പാവം ഒരു 21 വയസ്സായ കൊച്ചിൻ്റെ ഒരു മെന്റാലിറ്റി നമുക്ക് നമ്മൾ ചിന്തിക്കാമല്ലോ. പിന്നീട് നമ്മൾ തിരിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ഞങ്ങൾ തിരിച്ച് വിളിക്കുമ്പം റെസ്പോണ്ടും ഇല്ല, അവരെടുക്കുന്നില്ല. എപ്പോഴും ഒരു പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് വരണം. എടുത്തായിരുന്നു ഇടയിൽ 5-6 പ്രാവശ്യം വിളിച്ച് സംശയത്തിന് ശേഷം പറഞ്ഞ് കൂടുതലായിട്ട് വരണമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് വന്നേ പറ്റൂ എന്നാണ് അവർ പറഞ്ഞത്. പിന്നീട് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ അറിയുന്നപ്പോഴെന്ന് വെച്ചാൽ 5 മണിക്കുള്ള ഒരു വാർത്ത കേൾക്കുമ്പോഴാണ്, വാർത്തയിൽ വന്നു എന്ന് എന്നോട് ഇളയ സഹോദരൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. പോളിൻ്റെ കുടുംബത്തിൽ ആരോ വാർത്ത കണ്ടു, ആ വാർത്തയിൽ ഇങ്ങനെ നിതിൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്, മരിച്ചതായിട്ടാണ് സ്വീകരിച്ചു. അപ്പോൾ മാത്രമാണ് തീർച്ചയായിട്ടും പല പ്രാവശ്യമായിട്ട് കോളേജിൽ പല സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്ന് ജാതിപരമായിട്ടും വംശീയപരമായിട്ടും നിറത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെ കുട്ടിയെ നല്ല രീതിയിൽ ഹരാസ്മെന്റ് ചെയ്യുന്നുണ്ട്. സെക്ഷലി ആൻഡ് മെന്റലി നല്ല രീതിയിൽ ഹരാസ്മെന്റ്സ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഡെയിലി വിളിക്കുമ്പോഴൊക്കെ പറയും. അത് പറയുമ്പോഴൊക്കെ ഓരോ പേരുകളും പറയുന്നുണ്ട്, ഇന്ന സ്റ്റാഫാണ്. അതിൽ ഇന്നലെ കുറച്ച് പേരുകൾ ഇപ്പോൾ നിലയിൽ വന്നിട്ടുണ്ട്. എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരാളുടെ ഡ്രസ്സ് കാണുമ്പോൾ അവൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും, അവൻ്റെ ഡിസിപ്ലിൻ മനസ്സിലാക്കാൻ പറ്റും, വൃത്തിയും വെടുപ്പും ഒക്കെ. ഞാനൊരു കാര്യം തുറന്നു പറയാം, ഇത് 2026 ഇങ്ങനെ മാനിയും ചെമഞ്ഞ് നടക്കുന്ന ഒരുപാട് നാറികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് നാറികളെ എന്നിട്ട് കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങളും ഓരോരുത്തന്മാരുടെ ജീവിതം നശിപ്പിക്കുന്നതും, പ്രേമിച്ച് വഷളാക്കുക, അത് കഴിഞ്ഞിട്ട് എന്തെടുക്കുക, യൂസ് ആക്കുക, എന്നിട്ട് ആ ഫോട്ടോസും കാര്യങ്ങളും എടുത്തു വെച്ചിട്ട് നാട്ടുകാരെ കാണിക്കുക, അങ്ങനെയൊക്കെ ഉള്ളവന്മാരൊക്കെ ഉണ്ട്. ഇപ്പോഴും നാട്ടുകാർ മാനിമെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ചെറ്റകൾ. ഇതുപോലെ തന്നെ ഈ പറയുന്ന HOD അവിടെ കാണാൻ നല്ല ഇതൊക്കെയാണ്, പക്ഷേ സ്വഭാവവും ഇതൊന്നും പറഞ്ഞ ഒരു മനുഷ്യന് മനസ്സിലാവത്തില്ല. കാരണം ആ വ്യക്തിയെ കണ്ടുപിടി, ഉണ്ണിയെ കണ്ടുപിടി, അങ്ങനെ കുറേ നാറികളുണ്ട്. റാം, സംഗീത, അതെ, ഇവർ രണ്ടൊരു അധ്യാപകരാണ്, പ്രൊഫസറാണ്. പിന്നെ ഇതിൽ റാം പ്രൊഫസർ ആൻഡ് HOD ആണ്.
അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർക്ക് 2 ക്ലാസ്സാണ്. ഒന്ന് മെഡിക്കൽ കോളേജിനകത്ത് ഒരു അനാട്ടമി സെക്ഷനിൽ വെച്ച് നടക്കും ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട്, പിന്നെ ഒരു സബ്ജക്ട് അനാട്ടമി ഡെന്റൽ കോളേജിൽ വെച്ചിട്ടാണ്. അപ്പോൾ നിതിൻ പഠിക്കുന്നത് ഡെന്റൽ കോളേജിലാണ്. അവിടെയാണ് സ്റ്റാഫ് റൂം, ഈ റാമും മറ്റുള്ള സ്റ്റാഫുകളും ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തോ സംതിങ് നടന്നിട്ടുണ്ട്. കാരണം എൻ്റെ ഇളയ മോൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ വിടാൻ വന്നത് അവിടെ 2 ദിവസത്തേക്ക്. അപ്പോൾ അന്ന് അവൻ ഇവിടെ ഇല്ലാത്തൊരു കുറവ് മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും അവൻ രാത്രി ഇവിടെ വിളിച്ചാക്കി വീട്ടിൽ പോയിട്ട് സംസാരിച്ചു. അപ്പോൾ വളരെ ചില്ലായിരുന്നു, ഹാപ്പി ആയിരുന്നു. കാരണം അവൻ എല്ലാ പ്രാവശ്യം ഇവിടെ ഉള്ളതാണ്. വളരെ സാധാരണ സാഹചര്യത്തിൽ പഠിച്ചുയർന്നു പോയ മോനാകുമ്പോൾ അങ്ങനെയാണോ സഹോദരിമാരോട് പറഞ്ഞത്? അതെ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. വളരെ വ്യക്തമായിട്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും 10-30 കുട്ടികളുടെ മുമ്പ് വെച്ചിട്ടാണ് വെറും സ്ലം ഡോഗ് എന്നുള്ള രീതിയിലൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്ന ഒരു കുട്ടി. സ്ലം ഡോഗ്, നീ തെരുവ് പട്ടിയല്ലേടാ, നിനക്കൊക്കെ എന്ത് അർഹതയാണ് ഇവിടെ വരാൻ? ഓക്കെ, സിസ്റ്ററിനോട് ഇതെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അവൻ്റെ വോയിസ് ഒന്ന് വെക്കാം. അവൻ്റെ വോയിസ് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ചാനലിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ കോളേജിലെ ഒരു സ്റ്റുഡൻ്റ് അമ്മ സംസാരിക്കുന്നത്. ഇവൻ നല്ല സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഈ കേസിൻ്റെ കാര്യങ്ങളോ ഡീറ്റെയിൽ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഈ കേസിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ അയച്ചു തരും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് വിവരങ്ങൾ കറക്റ്റായിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും. ഈ വോയിസ് ഒന്ന് കേട്ടാ പയ്യൻ്റെ. കുറേ പേര് വിളിച്ചിട്ടുണ്ട് ഇയാളാണ് കുട്ടി. കാരണം ഇത്രയും ബോയ്സിനെ എല്ലാവരെയും പച്ചയ്ക്ക് എന്നാലും ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വെറുതെ എണീച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിനുശേഷം പറയുന്നത് എന്റെ 3 മാർക്ക് കുറച്ചെന്ന് പാരന്റ്സ്. അമ്മയുടെ സർജറിയൊക്കെ കളിയാക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ വല്ലതായിരുന്നെങ്കിൽ അവൻ്റെ ചെവുക്കട്ടി അടിച്ച് പൊട്ടിച്ചാനെ, അവിടെ ഇട്ട് അടിച്ചാനെ. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, അവിടെ ഇട്ട് അടിച്ചാനെ. പോയാൽ പോയി, 1 വർഷം പോകും, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുക, അത്രയല്ലേ ഉള്ളൂ. അമ്മയെ വല്ലതും പറഞ്ഞ ഇവനൊന്നും വെറുതെ വിടരുത്. പോയി ഇത് കൊടുക്കാൻ എന്താ സർപ്രൈസ് ആയിട്ട് കൊടുത്തേക്കാം. അതുപോലെ എന്താ ഇൻസൾട്ട് ഓക്കെ ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു. പക്ഷെ ഒന്നൊറ്റ ക്ഷമിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വെച്ചിറന്ന് ചെയ്യുന്നു. അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞു അത് ഷായ്ബ് ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തത് ക്ലാസ്സിൽ 199 നല്ല അടിമയായിരിക്കും. ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്ത് യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞാൽ സെയിം ടു യു എന്ന് പറഞ്ഞു. അതൊക്കെ തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം സ്റ്റാഫ് റൂം. ഒരു സ്റ്റുഡൻറ്റ് പറയുക, അവനത് പറയുവാണെങ്കിൽ അവൻ്റെ ചങ്ക എത്രമാത്രം പൊട്ടിയിട്ടായിരിക്കും അവനത് സംസാരിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവൻ എത്രമാത്രം വിഷമം ഉണ്ടായിരിക്കും. ആ കോളേജിൽ ഓരോ നായിൻ്റെ മോനാണെങ്കിൽ പോലും അല്ല എന്തോ പറയാനാ, അവൻ്റെ ബോഡി അവിടെ കൊണ്ടുവന്നിട്ടുള്ള ഈ അവൾമാരും ഒന്നും പോയി നോക്കിയത് പോലും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ സ്കൂളിൽ നിന്ന് ഒരു മനുഷ്യർ ആ വീട്ടിൽ വന്നിട്ടില്ല, പിള്ളേർ പോലും വന്നിട്ടില്ല. 3, 4, 5 പേരോ മാത്രം വന്നു. ആലോചിക്കുക, നിങ്ങളുടെയൊക്കെ മക്കളെ നിങ്ങൾ ഇതുപോലുള്ള നരകത്തിലൊന്നും കൊണ്ടിടാതിരിക്കുക. എല്ലാവരും പറയുന്ന കുറേ ആൾക്കാരുണ്ട്, മക്കളെ സ്ട്രിക്റ്റ് ആണ്, അവിടെ ഭയങ്കര ഇതാണ്, അവിടെ ഒന്നും നടക്കത്തില്ല, എൻ്റെ മോൻ്റെ ഒന്നും നടക്കത്തില്ല. പക്ഷെ അവിടെ മക്കൾ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതൊന്നും ഇപ്പോഴത്തെ പേരൻസിനൊന്നും അറിയത്തില്ലല്ലോ. ഇപ്പം എല്ലാം യൂട്യൂബ്, അത് ഇത്, ഇൻസ്റ്റ റീല്, അത് ഇത് മറ്റേത് മറിച്ചത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളും തരാം. അതിനു മുമ്പേ ഈ ഒരു വോയിസ് ഫുള്ള് നിങ്ങൾ കേൾക്കണം. ഈ വോയിസ് മൊത്തം അവസാനം ഈ വോയിസ് എല്ലാം ഒന്ന് കേട്ടേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലും കൊടുക്കുക. എന്തായാലും നിങ്ങൾ വോയിസ് ഇട്ടേക്കുക, വോയിസ് കേൾക്കുക. പിന്നെ എന്റെ മോളും പഠിക്കുന്ന അവിടെ തന്നെയാണ്, ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ. അവളും ഫസ്റ്റ് ഇയർ തന്നെ. ഇവിടെ ക്ലാസ് പിടിച്ച കുട്ടി തന്നെയാണ് മരിച്ചത്. അപ്പൊ അവനെ മെന്റലി ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. ആണല്ലേ? ടോർച്ചറിങ് എന്ന് വെച്ച് കഴിഞ്ഞാ മാക്സിമം സഹിച്ചു. മോള് പറഞ്ഞിട്ടുണ്ടോ ഈ വിവരമൊക്കെ വീട്ടില്? പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ഇങ്ങനെ ചെയ്യാനുണ്ടായ വിഷയം? എന്താണ് ലാസ്റ്റ് ആയിട്ട് ചെയ്യാനുണ്ടായ വിഷയം എന്താന്ന് അറിയത്തില്ല. ഇവൻ അത്യാവശ്യം നല്ലോണം പഠിക്കുന്ന കുട്ടിയാ. അത്യാവശ്യം നല്ലോണം ക്ലാസ്സിൽ ആൺകുട്ടികളിൽ തന്നെ അത്യാവശ്യം നല്ലോണം പഠിക്കുന്ന കുട്ടിയാ. പിന്നെ സീനിയേഴ്സ് ആയിട്ട് എന്തോ റാഗിങ് ഒക്കെ ആയിരുന്നു ആദ്യം ബോയ്സ് ഹോസ്റ്റലില്. ഭയങ്കര റാഗിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ പ്രതികരിച്ചു തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് സീനിയേഴ്സ് പറഞ്ഞു ഇവന്റെ ഫ്രണ്ട്സിനോട് ആരോടും ഇവനോട് മിണ്ടരുതെന്ന്. അങ്ങനെ ഇവര് എത്ര 20 ആൺകുട്ടികളെ കണ്ടേ ഉള്ളൂ, 80 പേരെങ്ങാണ്ടാന്ന് തോന്നുന്നു ക്ലാസ്സില്. അപ്പൊ 20 ആൺകുട്ടികളെ ഉള്ളതിൽ ഈ ഇത്രയും കുട്ടികൾ ഇവനോട് മിണ്ടൂല. ഇവൻ ക്ലാസ്സിൽ ഇരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവൻ ആ ബെഞ്ചിൽ ഇരിക്കാതിരിക്കാൻ ഇവന്മാര് തള്ളുവോ അതും ഇതൊക്കെ ചെയ്യാന്ന്. പെൺകുട്ടികളാ ഇവനോട് മിണ്ടുള്ളൂ. അല്ല, ഇത്രയും കുട്ടികൾ ഒറ്റക്കെട്ടായിട്ട് എതിർക്കാനുള്ള കാരണം ക്ലാസ്സിലെ സീനിയേഴ്സ് പറഞ്ഞു ഇവനുമായിട്ട് ബന്ധപ്പെട്ട് പോകരുത്. അവര് പേടിച്ചാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ ക്ലാസ് റൂമിൽ വരുമ്പോ മിണ്ടാവും, അതും ഇവര് മിണ്ടിയെന്നാ പറഞ്ഞേ. അതാണ് ഞാൻ അങ്ങനെ ഇവൻ സിക്ക് റൂമിലാണ്. പിന്നെ സിക്ക് റൂം ഉണ്ടല്ലോ ഹോസ്പിറ്റലിന്റെ,
മെഡിക്കൽ കോളേജിന്റെ ഹോസ്പിറ്റലിലെ സിക്ക് റൂമിലാണ് ഇവൻ താമസിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. ഓ പാവം. ഹോസ്റ്റലിലല്ലാന്ന്. അത് ശരി. ഈ ഒരു അധ്യാപകനാണോ ഈ റാം സാർ? മറ്റേ സംഗീത എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരത്തിന്റെ കാര്യം എന്റെ മോക്ക് അറിയില്ല, ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഓഫീസില് സ്റ്റാഫ് റൂമിൽ പോയിട്ട് അവനെ എന്തോ കർത്തവെന്നോ എന്തൊക്കെയൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് കംപ്ലൈന്റ് ചെയ്തിട്ടും അവര് നടപടിയൊന്നും എടുത്തില്ലേ? ഇവര് കംപ്ലൈന്റ് ഒരു ദിവസം ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവർക്ക് ഫസ്റ്റ് ഇന്റേണൽ കഴിഞ്ഞതിന് ശേഷം പേരന്റ്സ് മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 25-നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഇവന്റെ അച്ഛനും അമ്മയും വന്നിട്ടില്ല. അച്ഛൻ പറയുന്നില്ല കരഞ്ഞ്. അപ്പൊ അവര് വന്നില്ലാത്തോണ്ട് ഇയാള് ഈ റാംസാർ എന്ന് പറഞ്ഞ വ്യക്തി പിറ്റേ ദിവസം കോളേജിൽ വന്നു. കോളേജിൽ വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ഇവനോട് പറഞ്ഞെന്ന്, നിന്റെ അച്ഛൻ വന്നില്ല, നിന്റെ ഇന്റേണൽ മാർക്ക് CE മാർക്ക് കുറയ്ക്കുമെന്ന്. CE മാർക്ക് കുറയ്ക്കും, നിനക്ക് CE മാർക്ക് തരില്ല, നിന്റെ പേപ്പർ എടുത്തിട്ട് വരാൻ പറഞ്ഞു എന്ന്. ആൻസർ പേപ്പർ. എന്നിട്ട് ആൻസർ പേപ്പർ എടുത്തിട്ട് ഇയാൾ അത് ഫുൾ അവിടെ അതങ്ങ് വായിച്ചിട്ട് അധിക്ഷേപിക്കുക. അത് ശരി. ക്ലാസ് റൂമിൽ ഈ 19-85 പിള്ളേര് പഠിക്കുന്ന ക്ലാസ് റൂമിൽ നിന്നിട്ട് ഈ കൊച്ചിനെ നിന്നങ്ങ് അധിക്ഷേപിക്കുമെന്ന് പറഞ്ഞു. എല്ലാ തരത്തിലും അധിക്ഷേപിച്ചു അതിനെ, നിറത്തിന്റെ പേരിലും. അയാൾക്ക് ബോഡി ഷേമിങ്. ഇവരുടെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ട്, അവള് അത്യാവശ്യം നല്ല തടിയുള്ളതാ. നീ എന്താടി ട്രാൻസ്ജെൻഡർ ആണോ, നീ എന്താ തടിച്ചാണോ? ഇയാൾക്ക് ഇങ്ങനെ ഈ ബോഡി ഷേമിങ് ആണെന്ന് പറഞ്ഞു. പെൺകുട്ടികളൊന്നുമില്ല ഇയാൾക്ക്. അപ്പൊ വേറെ ആരും ഇയാൾക്കെതിരെ കംപ്ലൈന്റ് ചെയ്തിട്ടില്ലേ? ഈ ഒരു പേടിയാണ്, എല്ലാവർക്കും പേടിയാ ഇയാളെ. CE മാർക്ക് കുറയ്ക്കും, പിന്നെ നിങ്ങൾ പോയി ചത്താലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ചാവുന്നവര് ചത്തോ ഒരു കുഴപ്പമില്ല, ഇതൊക്കെയാ ഇയാള് പറയുന്നേന്ന്. ഇയാൾക്ക് ഒരു വിഷയം, ഇയാള് നമ്മള് ചന്തയിലുള്ള ആൾക്കാർ അവരെയും പറയരുത്, അത്രയും തരം താണ വർത്താനാന്ന് പറഞ്ഞു ഇയാളുടെ വായിന്ന് വരുന്നേ. നിലവാരം ഇല്ലാത്തവനാണല്ലേ. അപ്പൊ ഈ മരണശേഷം എങ്കിലും കൂടെ പഠിച്ച കുട്ടികളൊക്കെ പ്രതികരിച്ചോ? ആരും ഒന്നും പ്രതികരിച്ചിട്ടില്ല. ആൺകുട്ടികളൊക്കെ ഇന്നലെ തന്നെ ഹോസ്റ്റൽ ഒഴിഞ്ഞ് സ്ഥലം വിട്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും പറയേണ്ടി വരുമോ എന്ന് പേടിച്ചായിരിക്കും. എല്ലാരും പോയിന്ന്. ഇന്നിപ്പോ ഇവര് കുറച്ച് പെൺകുട്ടികളുണ്ട്, ഇവരോട് ഇപ്പൊ നാളെ ഹോസ്റ്റലിൽ വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹോസ്റ്റലിൽ നിന്ന് പൊക്കോ, ഇനി വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം ക്ലാസ് ഉള്ളൂ, അപ്പൊ വന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ മോളൊന്നും പോന്നിട്ടില്ല, അവര് നാളെ രാവിലെ പോരുള്ളൂ. അപ്പൊ ഇന്നിപ്പം ബോഡി ജസ്റ്റ് ഒന്ന് ഇവരെ കാണിച്ചു ആ കുട്ടീന്റെ. അന്നേരം അവന്റെ അളിയനാന്ന് തോന്നുന്നു എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവരോട് പറഞ്ഞെന്ന്, മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറ മക്കളെ, ഞങ്ങളുടെ ഈ കുറച്ച് തെളിവൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഒന്ന് പറയാനൊക്കെ പറഞ്ഞെന്ന്. കരഞ്ഞുകൊണ്ട്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞില്ല, ഈ പേപ്പർ ഇങ്ങനെ ഇയാള് ഇട്ട് എന്തൊക്കെയോ ഇവനെ കുറെ അപമാനിച്ചു കഴിഞ്ഞപ്പോ ഇവൻ എന്തോ ഐ ഡോണ്ട് ലൈക്ക് എന്തോ ഒരു ഈ കോളേജിന് എന്തോ ഒരു ഇത് കൂട്ടി പറഞ്ഞു. ദേഷ്യം വന്നിട്ട് അത്രയും അപമാനിച്ചു. അന്നേരം അവന് ദേഷ്യം. അപ്പൊ തന്നെ പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് നീ വാന്ന് പറഞ്ഞ് ഇയാള് വലിച്ചു പിടിച്ച് കൊണ്ടുപോയിന്ന്. അത് ശരി. ഇതൊക്കെ ഈ വിവരമൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ കുട്ടിയും എല്ലാം വീട്ടിൽ. ഞാനിപ്പോ ഇന്നിപ്പോ അവരുടെ അച്ഛനും പെങ്ങളും പറയുന്ന കേട്ടിട്ട് മൊത്തം കുട്ടി വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഉള്ള സംഭവം, അത് ഒരിക്കലും ഒരു നുണയല്ല, അത് എല്ലാം ഉള്ള സംഭവം. അത് നമ്മുടെ സിദ്ധാർത്ഥന്റെ സംഭവം പോലെ തന്നെ തോന്നുന്നു. തന്നെ അവിടെ സീനിയേഴ്സാ ചെയ്തെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് ഈ ടീച്ചേഴ്സ്. പക്ഷെ ഇവിടെ ഇതെല്ലാം ഉണ്ട്, നീ റാഗിങ് ഉണ്ടെന്നുള്ള കാര്യം അവിടെ മെഡിക്കൽ കോളേജിന് മുമ്പിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, അവിടെയുള്ള ഓട്ടോറിക്ഷക്കാർക്ക് പോലും അറിയില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയം. അത്രയ്ക്ക് ഒതുക്കുന്നുണ്ടല്ലേ? അത്രയ്ക്ക് ഒതുക്കമാണ്. മറ്റേ എന്നിട്ട് ഇവനെ ഇന്നിപ്പോ പ്രിൻസിപ്പാൾ വൈകുന്നേരം പറഞ്ഞു അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ അങ്ങനെ പരാതി കിട്ടി. ഇവൻ തന്നെ എന്നിട്ട് ഇയാള് വലിച്ചു പുറത്തിറക്കി കൊണ്ടുപോയി. എന്നിട്ട് ഇയാൾക്ക് പ്രിൻസിപ്പാള് ആ മനുഷ്യൻ ഇപ്പൊ പുതിയതായിട്ട് വന്നതാ, 3 മാസമായുള്ളൂ. പഴയ പ്രിൻസിപ്പാള് ഈ റാം സാറിന്റെ വാക്ക് കേട്ട് എല്ലാം തുള്ളുന്നയാളായിരുന്നു. അങ്ങനെയാ സീനിയേഴ്സ് പറഞ്ഞു. ഇവരും ചെന്നിട്ട് ഇപ്പൊ 3-4 മാസം 5-6 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇവർക്ക് കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് അറിയില്ല. അപ്പൊ ഇയാള് വന്നത് നല്ല ഡീസന്റ് ആന്ന് പറഞ്ഞു ഇപ്പൊ ഉള്ള പ്രിൻസിപ്പാള്. അപ്പൊ എന്നിട്ട് ഇവൻ നേരിട്ട് ചെന്ന് പ്രിൻസിപ്പാളിനോട് കംപ്ലൈന്റ് ചെയ്തു, ഇങ്ങനെ ഇന്ന പോലെയാണ് സംഭവം, സാർ എന്നെ ഭയങ്കരമായിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിൽ വന്ന ഒരു 1-1.5 ആഴ്ചത്തേക്ക് ഒരു കുഴപ്പമില്ല, ഡീസന്റ് ആയി വന്ന് ക്ലാസ് എടുത്തിട്ട് പോകുന്നു. വാൺ ചെയ്തിട്ടുണ്ടായിരുന്നായിരിക്കും. വാൺ ചെയ്തു എന്ന് അവൻ പറഞ്ഞെന്നാ പറഞ്ഞേ, സാർ ഇങ്ങനെ പേടിപ്പിച്ചു എന്നൊക്കെ. ഈ സംഭവത്തിന് ശേഷം ഈ റാം എന്ന് പറയുന്ന ആള് പ്രതികരിച്ചോ?
അയാൾ അവിടെ ചിരിച്ചുകൊണ്ട് നിപ്പുണ്ടെന്ന് പറഞ്ഞു ഇന്നലെ. ഇവൻ മരിച്ചതിന് ശേഷം അയാൾ അവിടെ ചിരിച്ചുകൊണ്ട് നിപ്പുണ്ടെന്ന്. അപ്പൊ പൂർണ്ണമായിട്ടും അയാൾക്ക് വിശ്വാസമുണ്ട് അയാൾ ഇതിൽ പെടില്ലാന്ന്. ആ അതെന്താന്ന് വെച്ചാൽ ഇവര് കാഷ്വാലിറ്റി, എന്റെ മോളും വേറെ കൂട്ടുകാരത്തെയും കൂടെ അറിഞ്ഞ പാടെ ഇവര് കാഷ്വാലിറ്റിയിലേക്ക് ഓടി. ബാക്കി കുറെ പേര് ഹോസ്റ്റലിലേക്ക് പോയിരുന്നു. അപ്പൊ ഇവര് ഈ സീനിയേഴ്സ് ഇവരെ ഡെന്റൽ ക്ലീൻ ചെയ്യാനൊക്കെ കൊണ്ടുപോകുമല്ലോ. അപ്പൊ അവിടുന്ന് അറിഞ്ഞിട്ട് ഇവര് ഓടി കാഷ്വാലിറ്റി ചെന്നപ്പോഴേക്ക് ഇയാൾ അവിടെ അങ്ങനെ ചിരിച്ചോണ്ട് നിപ്പുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ആ ബോഡി അവിടെ കൊണ്ട് കാണിക്കാൻ വെച്ചിട്ട് ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു വ്യക്തികളും ആ ബോഡി കാണാൻ വന്നിട്ടില്ല. ടീച്ചേഴ്സ്, ഈ റാംസാറ്, സംഗീത മേഡം, അവരൊക്കെ ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരാ, ഡെന്റൽ അനാട്ടമി. അവരൊറ്റ ഒരുത്തര് വന്നിട്ടില്ല ആ ബോഡി കാണാൻ. അതുപോലെ മറ്റേ അപ്പുറത്തുള്ള മെഡിക്കൽ കോളേജിലെ ടീച്ചേഴ്സ് എല്ലാം വന്നു എന്ന് പറഞ്ഞു. സീനിയേഴ്സ് കാരണം ഉണ്ടായിട്ടല്ലേ അവര് വരാത്തത്. അതെ അതെ അതെ. പിന്നെ സീനിയേഴ്സിന്റെ ഉപദ്രവം കാരണമാണ് അവൻ 1 മാസം വീട്ടിൽ പോയി നിന്നേന്ന് പറഞ്ഞേ. എന്നിട്ട് ഈ പേരൻസ് നേരിട്ട് കോളേജിൽ ചെന്ന് ഇതിനെ കുറിച്ച് അന്വേഷിച്ചില്ലേ? അവന്റെ ചേച്ചിയൊക്കെ വന്നായിരുന്നു. ഭയങ്കരമായിട്ട് ടോർച്ചറിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് പിള്ളേരെ നമ്മളിപ്പോ എത്ര നല്ല കുട്ടികൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന അവിടെ അതിലും ഭേദം പിള്ളേരെ ഇപ്പോഴും മയക്കുമരുന്ന് കൊടുത്ത് ശീലിപ്പിക്കുന്നേ. അവരതിനങ്ങ് അഡിക്റ്റ് ആയി. ഇത് സ്വഭാവമുള്ളവർക്ക് പറ്റത്തില്ല മുന്നോട്ട് പോകാൻ പറ്റൂല. ഞങ്ങളൊക്കെ ഇതറിഞ്ഞ് ഇന്നൊക്കെയാണ് ഓരോരുത്തർ കമന്റ് ഒക്കെ ഇടുമ്പോഴാണ് ദൈവമേ ഇതുപോലത്തെ വലിയൊരു കുഴിയിലാണോ പോയി ചാടിയെന്ന് അറിയുന്നത്. എങ്ങനെ 5-6 വർഷം തയ്ക്കൂന്ന് ഓർത്തിരിക്കുക. 5-5.5 ലക്ഷം രൂപ ഇപ്പൊ തന്നെ മുടക്കി കഴിഞ്ഞു ഫസ്റ്റ് ഇയറിന് തന്നെ. എന്നിട്ട് നമുക്ക് പേടി, പിന്നെയും പേടി, എങ്ങനെയെങ്കിലും പിള്ളേര് ജീവനും കൊണ്ട് വന്നാ മതി എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. ഈ അധ്യാപകൻ നിങ്ങളോടൊക്കെ എങ്ങനെയാ പെരുമാറ്റം പേരൻസിനോട്? പേരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. പേരൻസ് മീറ്റിംഗില് ഞങ്ങള് ചെന്നപ്പോഴത്തേക്ക് കുറച്ച് സമയം വൈകിപ്പോയി. അപ്പോഴത്തേക്ക് ഇയാള് പോയായിരുന്നു. രാവിലെ ചെന്നവരെടുത്ത് എന്താ പേപ്പറൊക്കെ എടുത്ത് ഈ ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് ഇറങ്ങി പോന്നാ പറയുന്നത് പിള്ളേരോട്. പിള്ളേരെ പറയാത്ത ഒന്നും ഇല്ലെന്നാ പറഞ്ഞേ. എന്റെ മോൾ എന്നോട് പറയുന്നത് എന്തെന്നറിയോ, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ചെന്നത്, ഞാനും അവളുടെ അച്ഛനും കൂടെ. നിങ്ങളൊന്നും പറയില്ലേ, റാംസാർ അതും ഇതൊക്കെ പറയും, നിങ്ങളുടെ വായിന്ന് ഒന്നും മിണ്ടരുത്, നിങ്ങളത് കേട്ടോണ്ടേ വരാവുള്ളൂ, ഒരക്ഷരം പറയരുത്, പറഞ്ഞ സാറ് എന്നെ അവിടെ കോളേജിലിട്ട് ടാർഗറ്റ് ചെയ്യും, ഒന്നും മിണ്ടല്ലേ എന്നാ പറയുന്നേ. ഞങ്ങള് മാനസിക പീഡനമാണ് പിള്ളേർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. ഒരാളിങ്ങനെ ഒരു കുറെ ആൾക്കാരെ സമൂഹത്തിൽ കിടന്ന് ഇങ്ങനെ അപമാനിക്കുമ്പോഴേ അതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകൂല. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ഓഫീസിലേക്കാണെന്നും പറഞ്ഞ് ഓഫീസിലേക്ക് പോണെന്ന് ഇവരുടെ കൂട്ടുകാരത്തിനോട് പറഞ്ഞായിരുന്നു. അപ്പൊ ഇന്നലെ പോയോ ഇല്ലയോ, എന്തിനാണ് പോയെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പോയോന്നും അറിയത്തില്ല ഇവർക്കാർക്കും. ഇനി ക്ലാസ് ഇന്നലെ 2 മണി വരെ ഉണ്ടായിരുന്നു. ഇന്നായിരുന്നു പിന്നെ ഡെന്റൽ അനാട്ടമിന്റെ പരീക്ഷ പറഞ്ഞിരുന്നേ. ഇന്നലെ 2 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഓഫീസിലും പോണം എന്നാണ് ഇവൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ അവസാനമായിട്ട് ഇതിനെ കുറിച്ച് ഒരു സൂചനയൊന്നും തന്നില്ല? അല്ല, ഓഫീസിൽ പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ CCTV അവിടെ ഉണ്ടല്ലോ. ഓഫീസിൽ പോയെന്നൊന്നും ഇവർക്കറിയില്ല എന്ന് പറഞ്ഞു. അവിടെ ഡ്രഗ്സ്, ഇപ്പൊ അവരുടെ അച്ഛൻ പറയുന്ന പോലെ ഡ്രഗ്സും എല്ലാം ഉണ്ട്. അത് അവിടെ തോട്ടക്കാര് പറഞ്ഞു. പിന്നെ ഞങ്ങള് മീറ്റിങ്ങിന് ചെന്നപ്പോ ടീച്ചേഴ്സും പറഞ്ഞു ഇവിടെ കിട്ടാത്ത സാധനം ഒന്നുമില്ല, പിള്ളേര് ചീത്തയാവേണ്ട എല്ലാ സാധനവും ഇവിടെ ഉണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാന്ന് കുറച്ച് ടീച്ചേഴ്സ്, നല്ല ടീച്ചേഴ്സ് ഞങ്ങളടുത്ത് പറഞ്ഞു. ഇങ്ങനെ ഒരു വലിയ പ്രശ്നം കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് പേരൻസ് എല്ലാം കൂടെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇവർക്കെതിരെയുള്ള ഒരു പ്രതിഷേധമോ? അതിന് പേരൻസ് ആർക്കും അറിയില്ല, ഒരു ഗ്രൂപ്പ് പോലും ഇല്ല പേരൻസിന്. പരസ്പരം നിങ്ങൾക്ക് സഹകരിക്കാനുള്ള ഒരു വഴിയെ ഉണ്ടാക്കിയിട്ടില്ല അവര്? ഇല്ല, പേരൻസ് ആർക്കും അറിയത്തില്ല. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒന്നും ഇല്ലേ? ഇല്ല, പേരൻസിന് ഒരു ഗ്രൂപ്പ് ഇല്ല. ടീച്ചേഴ്സും പാരന്റ്സും ആയിട്ട് ഒരു ഗ്രൂപ്പ് പോലും ഇല്ല. അത് ശരി. ആകെ ഉള്ളത് എന്തോ പിള്ളേരും ടീച്ചേഴ്സും ആയിട്ട് ഒരു ഗ്രൂപ്പും കണ്ടുണ്ട്. ഞങ്ങൾക്കൊന്നും ഇതുവരെ ഒരു ടീച്ചറുടെ നമ്പറോ ഒന്നും അറിയത്തില്ല. അവിടെ നടക്കുന്ന എന്താണെന്ന് ആർക്കും അറിയില്ല. അവിടെ ഇതുപോലെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ മോക്കൊക്കെ വുമൺസ് ഹോസ്റ്റലില് ഭയങ്കര പ്രശ്നം. വാർഡൻ രാത്രി 9 മണിക്ക് ശേഷം സീനിയർ വിദ്യാർത്ഥികളെ കൂട്ടി മീറ്റിംഗ് വെക്കുന്നു. എന്തോ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, അതിന് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞു. കൂടാത്തവരെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മ ഇങ്ങനെ അവരിങ്ങനെ പറയാ, ഞങ്ങൾക്കാണെങ്കിൽ നാളെ പരീക്ഷയുണ്ട്, എന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് 9 മണിക്ക് ശേഷം രാത്രി
അങ്ങനെ ഒരു നിയമം ഇല്ലല്ലോ. 9 മണിക്ക് ശേഷം ഒരു മീറ്റിംഗ് സീനിയേഴ്സിന്റെ കൂടെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ, പേരൻസിനെ അറിയിക്കാണ്ട്. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ എന്നിട്ട് വിളിച്ചു പിറ്റേ ദിവസമായപ്പോ വാർഡനെ, നിങ്ങൾ 9 മണിക്ക് ശേഷം ഇന്ന് എന്തിനാണ് മീറ്റിംഗ് വെച്ചതെന്ന് ചോദിച്ചു. ഞാൻ നമ്പർ നിങ്ങൾ ഏത് കുട്ടീനെ, ഞാൻ പറഞ്ഞു ഏത് കുട്ടീൻ്റെന്ന് അറിഞ്ഞിട്ട് വേണല്ലോ ഇനിയിപ്പൊ അതിന് പൊരിക്കാന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ ചോദിച്ചു ഞാൻ. നമുക്ക് ആ സിദ്ധാർത്ഥന്റെ പ്രശ്നം വന്നേ പിന്നെ ഇതിപ്പോ ഞാനിപ്പോ ചെയ്തറിനെ വിളിച്ചെന്ന് പറഞ്ഞാൽ അവൾക്ക് പറ്റാക്കൂരും അവിടെ. ഇനി അടുത്ത വർഷം ഇപ്പൊ തന്നെ ഇതുങ്ങള് നീറ്റ് എഴുതി 2 വർഷം നീറ്റിന് വേണ്ടിയൊക്കെ കളഞ്ഞ് കഷ്ടപ്പെട്ട് ഈ നീറ്റ് എഴുതുന്ന പിള്ളേർക്ക് തന്നെ ഒരു മാനസിക പ്രശ്നം വരും. എന്നുവെച്ചാൽ ഇവര് 2 വർഷം അതുപോലെ കഷ്ടപ്പെട്ട് ഭയങ്കരമായി മെന്റലി ഭയങ്കര വിഷമമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവര് ചെല്ലുന്നത്. ആ ഒരു ഇതുപോലും ഇവരെടുത്ത് കാണിക്കുന്നില്ല. എന്നിട്ട് ഇതുങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ടീച്ചർമാരുടെ കയ്യിലാണ് ചെന്ന് വീഴുന്നത്. പറയണ്ട, അവൻ അനുഭവിക്കാവുന്നതിന്റെ മാക്സിമം അനുഭവിച്ചു, അതിനുശേഷം അവൻ അത്രയൊന്ന് പ്രതികരിച്ചതെന്ന്. അവിടുത്തെ ടീച്ചേഴ്സ് ഞാൻ മനസ്സിലാക്കി എങ്ങനെയാണെന്നറിയോ, മെഡിക്കൽ കോളേജിലെ അല്ല, ഡെന്റലിലെ ടീച്ചേഴ്സ് ഇതുങ്ങളെ നമ്മള് പിശക്കാർക്ക് വഴിയരികെ എത്തി പറഞ്ഞു കൊടുക്കുമ്പോ എങ്ങനെയാ ഒരു പുച്ഛാണ് അതുപോലെ വേണമെങ്കിൽ മതി എന്നുള്ള രീതിയിൽ ഇവരെന്തോ ഒരു ഔദാര്യം കൊടുക്കുന്ന പോലെ. അന്ന് ഇതുങ്ങൾ അത്ര കഷ്ടപ്പെട്ട് ഇതാക്കി ഇരുന്ന് പഠിച്ച് ചെല്ലുന്ന കുട്ടികളാണെന്നോ അല്ലെങ്കിൽ ഇവര് എന്തേലും പഠിച്ചൊന്നും ആക്കണമെന്നോ ഒന്നുമുള്ള ഇതില്ല. ഇന്നാ പ്രിൻസിപ്പാൾ പറയാ കൊച്ച് പരാതി കൊടുത്തിട്ടില്ലാന്ന്. അതേപോലും പരാതിയും കൊടുത്ത് അയാള് വിളിച്ച് ഈ റാംസാറിനെ വിളിച്ച് ചീത്തയും പറഞ്ഞതാണ്. എന്നിട്ട് അയാള് പറയാണ് അവിടെ ഒന്നും ആരും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. കംപ്ലൈന്റ് ചെയ്താൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റൂല. ഇനി ആയാലും അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പോണ കുട്ടികള് സൂക്ഷിച്ചും കണ്ടും പോയില്ലെങ്കിൽ നല്ല ഇതാണ്. ശ്രദ്ധിക്കണം. MBBS. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാ അവിടെ ഈ ഇൻസ്പെക്ഷൻ വരുമല്ലോ, ഇൻസ്പെക്ഷന് വരുമ്പോ നേഴ്സിംഗിലെ കുട്ടികളെ കൊണ്ടിരുത്തിയാണ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഉണ്ടായ സംഭവമാണ് അത്. ഇന്നൊരാൾ കമന്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഏഷ്യാനെറ്റിലെ 1 എന്നിട്ട് നേഴ്സിംഗിലെ കുട്ടികളെ കൊണ്ടിരുത്തിയിട്ടാണ് അവിടെ. അതാണ് തട്ടിപ്പ് അവിടെ നടക്കണേ. മെഡിക്കൽ കോളേജ് റാഗിങ് കാരണം നിർത്തിപ്പോയെന്നാണ് പേര്. MBBS ഇന്നലെ ആ കൊച്ചു മരിച്ചിട്ട് കുറെ നേരം കാണാണ്ട് കിടന്നു എന്നാണ് പറയുന്നത്, കുറച്ച് സമയം. അതിന് ശേഷമാണ് കണ്ടത്. അപ്പോഴത്തേക്കും ഒക്കെ കുറെ ബ്ലഡ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവര് നെഗറ്റീവ് ബ്ലഡിനുള്ള ആളൊക്കെ ചെന്നപ്പോഴത്തേക്കുമാണ് മരിച്ചത്. കുറച്ച് സമയം ആരും കാണാണ്ടൊക്കെ കിടന്നു. ഇത് മിക്കവാറും ഒരു ലെറ്റർ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് അത് ഓഫീസ് റൂമിൽ ചെന്ന് അവിടുന്ന് പെട്ടെന്നുണ്ടായ ഒരു പ്രഷറിന്റെ പുറത്ത് ചെയ്തതാകാനാ സാധ്യത. അതെ അതെ അതെ, അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഇന്നലെ എന്തോ ഒരു ഭയങ്കരമായിട്ട് ഇവനെ ടോർച്ചർ ചെയ്യുന്ന എന്തോ ഒരു രീതി അവിടെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ മാർക്ക് കുറയ്ക്കും, നിനക്ക് മാർക്ക് തരില്ല. അവൻ പഠിക്കുന്ന കുട്ടിയാ. അവൻ ആ 1 മാസം ഞാൻ പറഞ്ഞില്ലേ സീനിയേഴ്സിന്റെ ഉപദ്രവം മൂലം വീട്ടിലിരുന്നിട്ട് അവൻ അത്യാവശ്യം നല്ല മാർക്ക് മേടിച്ചു. കുറെ ടീച്ചേഴ്സൊക്കെ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെ അവന് നോട്ട് അയച്ചു കൊടുക്കും, വൈവേ പഠിപ്പിക്കും. അതെല്ലാം പഠിപ്പിച്ച് അവൻ നല്ല മാർക്ക് സ്കോർ ചെയ്തവനാ. ആ കൊച്ചിന് പഠിക്കണം എന്ന് നല്ല ആഗ്രഹമുള്ള കൊച്ചാ. പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യവും വീട്ടിൽ തുറന്നു പറയുന്ന ഒരു കൊച്ചാ. എന്തെങ്കിലും തരികിട പരിപാടി ഉള്ളവരാണെങ്കിൽ ഇപ്പോഴത്തെ ആമ്പിള്ളേരൊക്കെ വല്ലതും വീട്ടിൽ തുറന്നു പറയുമോ? അതെ, ഇങ്ങനെ തന്നെയായിരുന്നു. ഈ സിദ്ധാർത്ഥന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ അവരുടെ അമ്മയുടെ ഒന്ന് സിദ്ധാർത്ഥന്റെ വീഡിയോ ചെയ്ത കണ്ടായിരുന്നോ? അമ്മയായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പൊ അവരുടെ കണ്ണ് ഇതുവരെ തോർന്നിട്ടില്ല, ഒരിക്കലും അത് തോരയില്ല. ഇങ്ങനെ ഓരോ വിഷയം ഉണ്ടാകുമ്പോഴും ഇനി ആർക്കും ഇത് സംഭവിക്കരുതെന്ന് പറയുന്നതല്ലാതെ ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക. അതെ അതെ, അവിടെ ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നടക്കുന്ന എന്താന്ന് അവിടെയുള്ള ആ സ്റ്റാൻഡിൽ ഓടുന്ന ഓട്ടോക്കാർ, ആ മെഡിക്കൽ കോളേജിന്റെ മുറ്റത്ത് ഓടുന്ന ഓട്ടോക്കാർക്ക് വരെ അറിയില്ല അവിടെ റാഗിങ് ഉണ്ടെന്ന്. പക്ഷെ അവിടെ ഡ്രഗ്സ് ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് എല്ലാവർക്കും അറിയാം. ഡ്രഗ്സ് ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ടെങ്കിലും പുറം ലോകം അറിയട്ടെ. അതെ അതെ, ഇനിയുള്ള പിള്ളേർക്കായാലും ഇനി വരാനിരിക്കുന്ന പിള്ളേർക്കായാലും ഒരു ഉപകാരമാവുമെങ്കിലേ നമ്മൾ പറയുന്നോണ്ട്. തീർച്ചയായിട്ടും ഈ ഡീറ്റെയിൽസ് എല്ലാം പുറത്ത് അറിയണം. ഇത് കേൾക്കേണ്ടവരുടെ അടുത്തോട്ട് ചെല്ലണം. ഇത് അതാണ് ഞങ്ങൾ ആദ്യം കുട്ടീനെ ചേർക്കാൻ പോയപ്പോഴും ഞങ്ങളവിടെ റാഗിങ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചപ്പോ ഒരു റാഗിങ്ങും ഇല്ല, ഒന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒന്നുമില്ല, റാഗിങ്ങും ഇല്ല, നല്ല കോളേജാ, അങ്ങനെ ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം റാംസാറ് ബോഡി ഷേമിങ്, ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ്. പെൺകുട്ടികളെന്നില്ല ആൺകുട്ടികളെന്നില്ല, നീ എന്താ ട്രാൻസ്ജെൻഡർ ആണോ എന്നൊക്കെയാ ചോദിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഒരു അധ്യാപകൻ സംസാരിക്കുന്നത്. മരിച്ചു എന്നല്ല, അവര് കൊന്നതാണ് അയാൾ. അത്രേ ഉള്ളൂ. ശരിയാണ്. ജീവിക്കണമെന്നും പഠിക്കണമെന്നും ആഗ്രഹിച്ചു പോയ വെച്ചല്ലേ. അവന്റെ അച്ഛൻ പറയുന്നില്ല, അവൻ UK അത്രയ്ക്ക് അവൻ മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിച്ചെല്ലാം ഉറപ്പിച്ചിട്ട് പഠിക്കാൻ പോയവനാ. നമ്മുടെ കുട്ടികളെ പോലെ ജസ്റ്റ് ഇതൊന്ന് കഴിയണമെന്ന് മാത്രമല്ല, അവൻ അതും കഴിഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേന്നുള്ളത് വരെ അവൻ തീരുമാനിച്ചു കഴിഞ്ഞു. സഹിക്കാൻ പറ്റത്തില്ലാത്തോണ്ടല്ല ശീതല, അവൻ മാക്സിമം സഹിച്ചു.
മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ എന്തൊക്കെ ഇവര് ചെയ്യാൻ പറ്റുമോ അതുപോലെ ഇയാൾ അപമാനിക്കേണ്ട രീതിയിൽ എല്ലാം അപമാനിച്ചു. പിന്നെയും കുറെ നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളും ഉണ്ടാവും. ഇവക്കറിയില്ലാത്ത കുറെ കാര്യങ്ങളും അവന്റെ ഇതിൽ നടന്നിട്ടുണ്ടാവും. നമുക്ക് അറിയുന്ന ഇത്രയാണെങ്കിൽ അറിയാത്ത എന്തോരം മാത്രം ഉണ്ടായിരിക്കും. അതെ, ഏതായാലും ഇത്രയും ഡീറ്റെയിൽസ് ഇപ്പൊ എന്നെ വിളിച്ച് പറയാൻ തോന്നിയല്ല, അതിൽ നന്ദി. നമ്മുടെ പ്രേക്ഷകരിലോട്ട് ഒരുപാട് പേരിലോട്ട് ഇത് എത്തട്ടെ, ഇത്രയും കാര്യങ്ങൾ എത്തട്ടെ. അവിടെ മാത്രം എത്തിയാ പോരാ, ചെല്ലേണ്ടടുത്ത് ചെല്ലണം. അതെ. ഇന്നിപ്പോ ഇവരുടെ ക്ലാസ്സിലെ പിന്നെ കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞേക്കുന്ന റാം സാറിനെതിരെ ഒന്നും സംസാരിക്കരുതെന്ന്. ഇതാണ് എല്ലായിടത്തും നടക്കുന്ന ഇത് തന്നെ. റാം സാറിനെതിരെ ഒന്നും സംസാരിക്കരുതെന്നാണ് അവിടെയുള്ള പിന്നെ എന്താ അവരുടെ ലീഡറോ ആരാണ്ടോട് വിളിച്ച് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ആകെ പേടിച്ചിരിക്കുക. എങ്ങനെയെങ്കിലും ഇതുങ്ങളൊന്ന് പഠിച്ചിറങ്ങി പോന്നാ മതി എന്നോർത്ത് പേടിച്ചിരിക്കുക. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവട്ടെ, ഈ സംഭവത്തിലൂടെ വലിയൊരു മാറ്റം ഉണ്ടാവട്ടെ. ഏതായാലും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാൻ വീട്ടിലല്ല, പുറത്താണ്. നാളെ തന്നെ ഇത് കൊടുത്തേക്കാം. ശരി ശരി.